ശബരിമല വിഷയത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. ചോദ്യോത്തരവേള റദ്ദു ചെയ്ത് ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളി. വിശദമായി സഭ ഇന്നലെ ചർച്ച ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയും നിലപാടെടുത്തു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കി നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. റദ്ദു ചെയ്ത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമല പ്രവേശനം അനുവദിക്കുകയുണ്ടായി. കൂടാതെ കേരള ഗവൺമെന്റ് 1965 ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകരുത് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ശബരിമല വിഷയത്തിൽ നിയമസഭയിലെ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വളരെ ന്യായമായ ഒരാവശ്യമാണ് ഇന്ന് രാവിലെ ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചത്. 5.5 കോടി തീർത്ഥാടകർ വരേണ്ട ശബരിമലയിൽ ഓരോ ആളുകളില്ലാതെ, ഭക്തന്മാർ വരാതെ വിജനമായി കിടക്കുന്നതാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ പിടിപ്പുകേടും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചതും BJP RSS നടത്തുന്ന അനാവശ്യ സമരങ്ങളുമാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഉന്നയിച്ച വിഷയം ഇന്നലത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വിഷയമാണ്. ഇന്ന് ഉന്നയിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്തത്. ഇന്ന് അവിടെ ചെല്ലുന്ന ഒരു ഭക്തനും യാതൊരു സൗകര്യവുമില്ല. കക്കൂസില്ല, കുളിമുറിയില്ല, കുടിവെള്ളമില്ല, മാത്രമല്ല വിരിവെക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ എല്ലാവരും അവിടെ പോയി കണ്ട ആളുകളാണ്. MK മുനീർ ഉണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു, അനൂപ് ജേക്കബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോയി അവിടെ കണ്ടതാണ്. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് വിരിവെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലയ്ക്കലും പമ്പയിലും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഒരോലപ്പുറയെങ്കിലും ഈ തീർത്ഥാടന സമയത്ത് അവിടെ നിർമ്മിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾ വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഈ സർക്കാരിനുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു. BJP അതിന് കുടപിടിക്കുന്നു. ഈ രണ്ടു കൂട്ടരും RSSഉം BJPയും സംഘപരിവാറും ഇടതുമുന്നണി ഗവൺമെന്റും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ശബരിമലയെ തകർക്കാനായി രൂപീകരിച്ചിട്ടുള്ളത്. അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. മേഖലാ റിപ്പോർട്ടിംഗ് നടത്തി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടും CPIയുടെ സംസ്ഥാന കൗൺസിലിന് ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയാതെ വന്നു. പുറത്ത് മറ്റൊന്ന് പറയും, ഇന്ന് എല്ലാ വാർത്തയും വന്നിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന കൗൺസിലിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഈ ശബരിമലയിൽ ഗവൺമെന്റ് എടുത്ത നടപടി തെറ്റാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമുണ്ടോ?